എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് മൊബൈൽ ഫോൺ വന്നിട്ട് ഈ സെൽഫി ക്യാമറ വന്നതിന് ശേഷം നമ്മുടെയൊക്കെ ബോഡി ലാംഗ്വേജും സംസാര രീതിയും കുറെ മാറിയിട്ടുണ്ടെന്ന് തോന്നും. അതിന് മുമ്പുള്ള സിനിമയിൽ ആളുകൾ നിൽക്കുന്നതും സംസാരിക്കുന്നതും സിനിമയിലല്ലാണ്ട് ജീവിതത്തിൽ എന്ന് പറയുമ്പോൾ എന്റെ കുട്ടിക്കാലം എനിക്ക് ഓർമ്മയും വേറൊരു രീതിയിലായിരുന്നു. ഇപ്പൊ എല്ലാവർക്കും ഏതാണ് നമ്മുടെ ഏറ്റവും നല്ല ആംഗിൾ എന്ന എന്തോ ഒരു വ്യത്യാസം ഉണ്ട്. അപ്പൊ എന്തോ ഒരു മാറ്റം ഉണ്ട് ശരീരഭാഷയിൽ. അതെനിക്ക് പഴയ സിനിമകൾ കാണുമ്പോൾ വേറെ തന്നെ ശരീരഭാഷയാണ് ആളുകൾക്ക് തോന്നുന്നത്. ഡയലോഗ്സ് ഉണ്ടെങ്കിലേ അഭിനയിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ ഡയലോഗ്സ് ഉള്ള സിനിമയിലാണ് നമ്മുടെ കഥാപാത്രത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ്. അങ്ങനെ ഇല്ല, നമ്മൾക്ക് ഡയലോഗ്സ് ഇല്ലെങ്കിൽ പോലും നമ്മൾ ആ ഫ്രെയിമിൽ വരുമ്പോൾ എന്ത് നമ്മൾ കൊടുക്കുന്നു എന്നുള്ളതാണ് ആ ക്യാരക്ടറിന്റെ ഇമ്പാക്ട്. എനിക്ക് അതുകൊണ്ടല്ല, എനിക്ക് നല്ല വയറൊക്കെ വരുന്നു ആ സമയത്ത്. സോറി, സെറ്റിലെ ഫുഡിന്റെ ആ സെറ്റിലല്ല, വേറൊരു സെറ്റിലെ ഫുഡിനായിരുന്നു. കംപ്ലൈന്റ് ഒന്നും കൊടുത്തില്ലല്ലോ, കുഴപ്പമില്ലല്ലോ. അതിന് പോലുള്ള ആരോഗ്യം ഉണ്ടായിരുന്നില്ല. എനിക്കറിയാം. കനിയുടെ ക്യാരക്ടറിന്റെ പേര് തങ്കം എന്നാണ്. കനിയുടെ എപ്പിസോഡ് മുഴുവൻ കുട്ടനാട് ആണ്. കാരണം ഞാൻ സ്വർണം വിൽക്കുന്ന ഒരാളാണ്. പിന്നെ ഈ പറഞ്ഞ നിതിൻ വിളിച്ചപ്പോഴും എനിക്ക് സന്തോഷം തോന്നിയത്, എന്നെ ഇങ്ങോട്ടൊന്നും മലയാളത്തിൽ കാര്യം വിളിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഒരാൾ വിളിച്ചു വന്നപ്പോ തന്നെ ഞാൻ സന്തോഷമായിരുന്നു. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ബിരിയാണി വരെ സംസാരിക്കുമ്പോൾ സച്ചിൻ എന്റെ അടുത്ത് സ്ക്രിപ്റ്റ് വായിച്ചിട്ട് കനിക്ക് എന്താ തോന്നിയെന്ന് ചോദിച്ച ഒരാളാണ്. ചോദിക്കുമ്പോൾ ഞാൻ എനിക്ക് എന്താണ് തോന്നിയത് അതുപോലെ പറയും, ചോദിച്ചില്ലെങ്കിൽ ഒന്നും മിണ്ടാറില്ല. അത് എന്റെ ഒരു സ്വഭാവം അങ്ങനെ. ലേലം 2 എന്ന് പറയാം. ലേലം 2 ബേസിക്കലി എനിക്ക് അച്ഛൻ എഴുതിയ ഒരു സ്ക്രിപ്റ്റ് ഡയറക്ട് ചെയ്യണമെന്ന് വലിയ ആഗ്രഹം. പിന്നെ ലേലം എനിക്ക് അച്ഛൻ എഴുതിയതിൽ ഏറ്റവും ഇഷ്ടമുള്ള സിനിമയാണ്. വൺ ഓഫ് ദ ബെസ്റ്റ്. എനിക്ക് ആസ് ഫാർ ആസ് ഐ ആം കൺസേൺഡ് അതാണ് ഏറ്റവും ബെസ്റ്റ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ പത്രം, ഇത് രണ്ടുമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഹലോ, ഹായ്, വെൽക്കം ടു ജിഞ്ചർ മീഡിയ. ചോദിച്ചു പോകാം. അപ്പോൾ ഇന്ന് നമ്മൾ ചോദിച്ചു പോകുന്നത് ഏറ്റവും അടുത്ത് തന്നെ ദ നെക്സ്റ്റ് വീക്ക് ഹിറ്റിംഗ് വെരി സൂൺ ഡിസ്നി ഹോട്ട്സ്റ്റാറിൽ ഈ ഒരു വെബ് സീരീസ് ആണ്. അപ്പോൾ വെബ് സീരീസ് ആക്ച്വലി എനിക്ക് തോന്നുന്നു മലയാളത്തിൽ 4th വെബ് സീരീസ് ആണ് മലയാളത്തിൽ ഹിറ്റ് ചെയ്യാൻ പോകുന്ന ഡിസ്നി ഹോട്ട്സ്റ്റാറിൽ. നാഗേന്ദ്രൻസ് ഹണിമൂൺസ് ആൻഡ് ഐ തിങ്ക് 1 Life and 5 Wives. സോ അപ്പോൾ ഇന്ന് അതിൻ്റെ പ്രൊമോഷൻ ആയിട്ട് ഇപ്പോൾ റൈറ്റ് നൗ ഇന്ന് നമ്മുടെ ഇതിൻ്റെ മെയിൻ മാൻ, ഹലോ നിതിൻ, കനി ആൻഡ് ഗ്രേസ്. ഹലോ, എന്താണ് വിശേഷങ്ങൾ, പറയൂ. കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഷൂട്ട് ചെയ്യായിരുന്നു. ഓ കഴിഞ്ഞ വർഷം ഈ സമയത്ത് നമ്മൾ ഷൂട്ട് ചെയ്തു. കഴിഞ്ഞ എനിക്ക് പാലക്കാടാണ്. അയ്യോ കറക്റ്റ് 31 ആ സമയത്ത് തന്നെയായിരുന്നു. അത്രയ്ക്ക് ഓർമ്മ ഉണ്ടെന്നല്ലേ? നമ്മള് ആ സമയത്തൊക്കെ സ്റ്റാറ്റസ് ഇട്ടു. അപ്പൊ ഒരു വർഷം മെമ്മറി വരുമല്ലോ. നല്ല വയറൊക്കെ വരുന്നു ആ സമയത്ത്. ജോയിൻ ചെയ്യുന്നതേ സെറ്റിലെ ഫുഡിന്റെ കംപ്ലൈന്റ് ഒന്നും കൊടുത്തില്ലല്ലോ, കുഴപ്പമില്ലല്ലോ. അതിന് പോലുള്ള ആരോഗ്യം ഉണ്ടായിരുന്നില്ല. എനിക്കറിയാം. പക്ഷെ ഇന്ന് വന്നപ്പോഴേ പറഞ്ഞു, രാവിലെ 8 മണിക്ക് എണീറ്റു, ഉറക്കം കിട്ടിയില്ല എനിക്ക്. അല്ല, എനിക്ക് കുറച്ച് ഇത്തിരി ലേറ്റ് ആയിരുന്നല്ലോ ഉറങ്ങിയപ്പോ. 2 മണിയൊക്കെ ആയി. അപ്പൊ ഇറങ്ങിയ വളർന്നുണ്ടായിരുന്നു. ശരി. സോ അപ്പൊ പറയൂ, എന്താണ് നാഗേന്ദ്ര? ഇപ്പൊ സുരാജേട്ടനാണ്, സുരാജേട്ടന് പിന്നെ അതുപോലെ തന്നെ 5 പേരാണ് അതിലെ മെയിൻ ക്യാരക്ടേഴ്സ്. പറയൂ. സുരാജേട്ടൻ, പ്രശാന്ത് അലക്സാണ്ടർ, പിന്നെ ഈ കാണുന്ന ഇവർ 5 പേര്, പിന്നെ ഒരാളോടുണ്ട്. 5 പേരാണ് നിങ്ങൾ തെറ്റിദ്ധരിക്കും. 5 പേരൊന്നും ഇവിടെ നിതിൻ അത് പറയുന്നത് എന്തിനാന്നൊക്കെ. അപ്പം ബേസിക്കലി സുരാജേട്ടന്റെ ക്യാരക്ടറിനെ ഫോളോ ചെയ്യുന്നതാണ് ഇതിന്റെ ഒരു സ്റ്റോറി. ശരി. അയാളുടെ ഒരു 6 months അല്ലെങ്കിൽ ഒരു 5 months സ്പാനിനകത്ത് ലൈഫ് സ്പാൻ, ആ ഒരു കാലഘട്ടത്തിൽ അയാളുടെ ലൈഫിലേക്ക് വന്ന് കയറുന്ന ഒരു 1/2 ഡസൻ ആൾക്കാരുടെ ഒന്ന് കുറവല്ലേ. അപ്പം അതാണ് ഇതിന്റെ ഒരു ബേസ്. അപ്പം ഇവര് 5 പേരും, സുരാജേട്ടൻ, പ്രശാന്ത്, ഇവരാണ് ടോട്ടലി ഈ സിനിമ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവരുടെ പെർഫോമൻസിലും ഒക്കെയാണ് ഇതിന്റെ റൂട്ട്. അതായത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇവരുടെ പെർഫോമൻസിലാണ് പ്രശ്നം. പ്രശ്നം ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് പറയാനുള്ളത് എന്ത് പ്രശ്നത്തിലാണ് ഇതിന് തലയിൽ വെച്ചു കൊടുക്കാം. പക്ഷെ ഇവരാണ് ഇതിനെ കൊണ്ടുപോകുന്നത്. അല്ല, ഇനി പറഞ്ഞു ഇവരുടെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാരും ഗംഭീരമായിട്ട് ചെയ്തു. ഗംഭീരം എന്ന് വെച്ചാൽ ഒന്നും ഇപ്പം എനിക്കറിയാം. പ്രത്യേകിച്ച് ഈ 2 പേരുടെയും കാര്യം ഒന്നും പറയേണ്ട ആവശ്യമില്ല. 2 പേരും
ഗ്രേറ്റ് ടാലൻസ് ആണ്. Okay. നമുക്ക് ഇന്നിപ്പോ ഇവിടെ കിട്ടാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല പെർഫോമൻസ് ആയിട്ടുള്ള രണ്ടുപേരും. Yes, exactly. അപ്പം ഞാൻ ഈ രണ്ടുപേരെ ഞാൻ പരിചയപ്പെടുന്നത് ഞാൻ സെറ്റ് വന്നിട്ടാണ്. ഞാനിപ്പോ എനിക്ക് ഇവർ മുൻപരിചയം ഇല്ലതായിരുന്നു. ഗ്രേസുമായിട്ടും അതെ കനിയായിട്ടും അതെ ഞാൻ ഫോണിൽ സംസാരിച്ചിട്ടുള്ള പരിചയമുള്ളൂ. സ്ക്രിപ്റ്റ് കൊടുത്തതിന് ശേഷം അതിന് മുമ്പ് രണ്ടുപേരും പരിചയമില്ല. ശരി. പക്ഷെ കണ്ട അപ്പൊ തൊട്ട് ഭയങ്കര കമ്പനിയാണ്. രണ്ടുപേരും ഞാൻ എഴുതി വെച്ചതിനെക്കാട്ടിലൊക്കെ നന്നായിട്ട് ഇത് ചെയ്തിട്ടുമുണ്ട്. വെരി ഹാപ്പി. ഇതിനെ പറ്റി ഞങ്ങൾ പറയേണ്ടി വരും. എന്താ പറയാ തുടങ്ങിക്കോളൂ. പറഞ്ഞോളൂ. എന്ത് പറയാനാ? അല്ല ഇതിൽ എന്താണ് പരിപാടി? ഇതില് എനിക്ക് തോന്നുന്നു ഇതിൽ 5 പേർക്കും 5 കൈൻഡ് ഓഫ് സ്ഥലത്തു നിന്നാണ് ഇവര് 5 പേരും 5 ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള കഥാപാത്രങ്ങളാണ്. അവരുടെ ബാക്ക്ഗ്രൗണ്ട്സ് ഡിഫറെന്റ് ആണ്. അവരുടെ സാഹചര്യങ്ങളൊക്കെ വ്യത്യാസമാണ്. അവരുടെ പെർഫോമൻസിന്റെ രീതികൾ വ്യത്യാസമാണ്. ഗ്രേസിന്റെ സെക്കൻഡ് എപ്പിസോഡാണ് ഗ്രേസിന്റെ ക്യാരക്ടർ വരുന്നത്. ലില്ലിക്കുട്ടി എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ഭയങ്കര രസല്ലേ? പേര് തന്നെ ഉണ്ടായിരുന്നു. ഏറ്റവും അടിപൊളി ക്യാരക്ടർ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഞങ്ങൾക്ക് കുറെ പേർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഗ്രേസ് ചെയ്ത ക്യാരക്ടറാണ് ശരിക്കും. ഞാനും ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യുന്നത്. സ്പെഷ്യലാണ്. നോർമലി പിടിക്കുന്ന പരിപാടിയല്ല, വേറൊരു കൈൻഡ് ഓഫ് പരിപാടിയാണ് ലില്ലിക്കുട്ടിയുടേത്. അത് നിജൻ ആദ്യം എന്നോട് പറയുമ്പോൾ എനിക്കിങ്ങനെ അതെങ്ങനെയായിരിക്കും ചെയ്യാൻ പോണേന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ സെറ്റിൽ വന്നിട്ട് നമുക്കത് ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളൊരു ഐഡിയ ആയിരുന്നു. പിന്നെ ഗ്രാജുവലി സെറ്റിൽ വന്നിട്ടാണ് ക്യാരക്ടറിനെ ഒന്ന് എങ്ങനെയായിരിക്കും മാനറിസം, എങ്ങനെയായിരിക്കും അവരുടെ മൊത്തത്തിലുള്ള പരിപാടി എന്നുള്ളത് പിടിച്ചത് ശരിക്കും സെറ്റിൽ വന്നിട്ടാണ്. ഈ ഗ്രേസ് നോർമലി പിടിക്കുന്ന പരിപാടി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഗ്രേസ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്തൊക്കെ ആക്ച്വലി ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ഗ്രേസ് ചെയ്യുന്നുണ്ടല്ലോ ആക്ച്വലി പറയുമ്പോൾ. ഇപ്പൊ ഇവൻ നോക്കുമ്പോൾ അപ്പൊ അങ്ങനെ ഞാൻ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം ഹാപ്പി വെഡിങ്സ് ഒക്കെ ഇല്ലേ, ആ മൂവി കഴിഞ്ഞിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് ഈ റാഗിങ് സീൻ എന്ന് പറഞ്ഞ് തന്നെ ഒരു മൂവി വന്നിട്ടില്ലേ? ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. ആ ഒരു പെർട്ടിക്കുലർ സീൻ ഉണ്ടെന്ന് പറഞ്ഞു തന്നെ വന്നിട്ട്. അല്ല അങ്ങനെയായിരുന്നു ആ സമയത്ത്, അങ്ങനെയായിരുന്നു. ഇത് റാഗിങ് സീൻ ആണ്, ഗ്രേസ് നന്നായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള പരിപാടി തന്നെയാണ്. അപ്പൊ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടല്ലോ, ഇനി വീണ്ടും ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ഒരുപാട് റോൾസ് അങ്ങനെ വന്നിട്ടുണ്ട്. കുമ്പളങ്ങിക്ക് ശേഷം അതുപോലെ തന്നെ ക്യാരക്ടേഴ്സ് വന്നിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ചെയ്യുന്നതിൽ കാര്യമില്ലല്ലോ, വേറെ എന്ത് ചെയ്യാന്നുള്ളതാണല്ലോ. ലില്ലിക്കുട്ടിയിൽ എനിക്ക് അങ്ങനത്തെ ഒരു പരിപാടി പിടിക്കാൻ പറ്റിയിട്ടുണ്ട്. വേറെ പരിപാടിയാണ്. ഓരോരുത്തർക്കും ഓരോ ജോണേഴ്സ് ആണല്ലേ, ഓരോ ഇതാണ്. അല്ല, ഒരു ജോണറിൽ സ്റ്റക്കായി നിൽക്കരുത്. വെറൈറ്റി ഓഫ് ക്യാരക്ടേഴ്സ് പിടിക്കുക, മാനറിസങ്ങൾ ട്രൈ ചെയ്യുക. അങ്ങനത്തെ ഓപ്ഷൻസ് കിട്ടുന്നത് ഭയങ്കര റെയർ ആണ്. അത് ഇവരെ പോലുള്ള ആൾക്കാർ തരുമ്പോ ചെയ്യുന്നു. കനി ഇതിൽ എന്ത് കൈൻഡ് ഓഫ് വൈഫാണ് ക്യാരക്ടർ? ഞങ്ങൾ എല്ലാരും ഓരോ ഈ പറഞ്ഞ പോലെ ഓരോ ജിയോഗ്രഫിക്കലി തന്നെയുള്ള കേരളത്തിലെ വ്യത്യാസം, അപ്പം ഭാഷ അല്ലെ നടത്തം, അങ്ങനെയൊക്കെ എഴുതി വെച്ചിരിക്കുന്നതിൽ തന്നെ കുറെ കാര്യങ്ങളുണ്ട്. സംഭാഷണം ഇതിന് എഴുതിയിരിക്കുന്നതിൽ ഓരോരുത്തരും നമ്മളെപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് സംഭാഷണമാണ്, പറയുന്ന രീതിയാണ് ഒരു കഥാപാത്രം, നമുക്ക് കുറെ ഇൻഫർമേഷൻ അതിൽ നിന്ന് കിട്ടും. ഓരോരുത്തരും ഓരോന്ന് പറയുന്നതിൽ ഒരു വ്യത്യാസം ഉണ്ടാവുമല്ലോ. അപ്പം ആ രീതിയിൽ ആ എഴുതി വെച്ചിരിക്കുന്നതിൽ ഇപ്പൊ എനിക്ക് ഗ്രേസിന്റെ ക്യാരക്ടർ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അങ്ങനെ പല പല ഓരോരുത്തരും ഓരോന്നാണ്. അപ്പം അത് തന്നെ കുറെ സഹായിച്ചിട്ടുണ്ട്. ഈ ഏത് ജോഗ്രഫിന്ന് വരുന്നു, ഏത് രീതിയിലാണ് ഒരു കാര്യത്തിന് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം തന്നെ നമുക്ക് നന്നായിട്ട് കാർവ് ചെയ്ത് എടുക്കാൻ പറ്റും ആ കഥാപാത്രത്തിന്. അതുണ്ടായിരുന്നു. ഞാൻ കൂടുതൽ ക്യാരക്ടറിന്റെ പറയുന്നില്ല, ഈ പറഞ്ഞ ഒരു നാട്ടിലുള്ള എല്ലാവർക്കും ഇവരെങ്ങനെയെങ്കിലും ഒന്ന് കല്യാണം കഴിച്ച് പോയാൽ മതി എന്നുള്ള ഗ്രേസിന്റെ ക്യാരക്ടറിന്റെ പേര് അല്ല, കനിയുടെ ക്യാരക്ടറിന്റെ പേര് തങ്കം എന്നാണ്. കനിയുടെ എപ്പിസോഡ് മുഴുവൻ കുട്ടനാട് ആണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട്. സ്വർണം വിൽക്കുന്ന ഒരാളാണ്. അപ്പൊ അത് മുഴുവൻ കുട്ടനാടാണ് കനിയുടെ. ഈ പറഞ്ഞ പോലെ എനിക്കും ഇപ്പം എനിക്ക് ഒരുപാട് ഞാൻ ഈ ഇത് വായിച്ചപ്പോ എനിക്ക് ശരിക്കും ഗ്രേസിക്കുന്ന ക്യാരക്ടർ ഞാൻ കൊതി വന്നു. അപ്പൊ ഞാൻ ഇതിനടുത്ത് ആരാ അത് ചെയ്യുന്നത്? അപ്പൊ ഗ്രേസ് ഓക്കെ. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഇപ്പൊ വന്ന ആക്ടേഴ്സിൽ ഒരുപാട് എനിക്ക് ഇഷ്ടവും റെസ്പെക്ട് ഉള്ള ആക്ടേഴ്സ് ആണ് ഗ്രേസ്. ഞാൻ ഇപ്പൊ എനിക്ക് എഴുതാൻ കഴിയില്ല, ഇല്ലെങ്കിൽ ഗ്രേസ് എനിക്ക് അതിൽ അഭിനയിക്കണം, അങ്ങനെയൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ള ചുരുക്കം നടിമാരിൽ ഒരാൾ ഇപ്പൊ ഉള്ളവരിൽ. അപ്പൊ ഞാൻ ചോദിക്കും ഗ്രേസ് ആണ്, എനിക്ക് ഒരു കുഴപ്പമില്ല, ഗ്രേസ് ആണെങ്കിൽ ഇതിലുള്ള എല്ലാ ക്യാരക്ടർ ചെയ്താലും ഓക്കെയാണ്. അത്ര അടിപൊളി നടിയാണ്. എന്നുവെച്ചാൽ എനിക്ക് ഉർവശി മാം കഴിഞ്ഞിട്ട് അത്രയും ടാലന്റും ഉണ്ട്, അതിനെപ്പറ്റി നല്ല ധാരണയുണ്ട് ഗ്രേസ് എന്നറിയാതെ വെറുതെ പോയി ചെയ്യുന്നതല്ല. അപ്പൊ അതുകൊണ്ട് ഐ വാസ് വെരി ഹാപ്പി. നമുക്ക് അത്രയും കോമ്പിനേഷൻ ഒന്നും ഇല്ല, പക്ഷെ ഉള്ളൊരു ചെറിയൊരു കോമ്പിനേഷൻ തന്നെ. ഐ വാസ് ലുക്കിംഗ് അറ്റ് ഹർ. ആ ചെറിയ സമയം കൊണ്ട് അതിലേക്ക് കയറുന്നത് എനിക്കൊന്നും ചെറിയ സമയം കൊണ്ട് അങ്ങനെ
ഒരു രണ്ടിന്റെ ഇടയ്ക്ക് പോവും എന്റെ പെർഫോമൻസ് എപ്പോഴും. കുറച്ച് സമയം ഉണ്ടെങ്കിലാണ് എനിക്ക് കുറച്ച് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത്. അതായത് ചിലപ്പോൾ നാടകമൊക്കെ കളിച്ച് നമ്മൾ ആ ഒരു ചെയ്ത് അതിലെത്തുന്ന ഒരു പ്രാക്ടീസ് ഉള്ളതുകൊണ്ട് എനിക്ക് ആ സിനിമയിൽ ചില സമയത്ത് പെട്ടെന്ന് വന്ന് ചെയ്യും. ഇപ്പൊ ജഗതി അദ്ദേഹം ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, പെട്ടെന്ന് വന്നിട്ടത്. അപ്പൊ ഇവര് വീട്ടിലിരിക്കുന്ന സമയത്തൊക്കെ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുകയായിരുന്നു തോന്നുന്നു. അതുപോലെ എനിക്ക് ഗ്രേസ് അന്ന് ഞാൻ കണ്ട പെട്ടെന്നാണ് അതിലേക്ക് അതിന്റെ താളം, ആ ഒരു കഥാപാത്രത്തിന്റെ താളം പെട്ടെന്ന് കയറുന്ന ഒരു നടി. അപ്പൊ ആ രീതിയിലേക്ക് ഹൈ എന്ന് തോന്നും. അല്ലെങ്കിൽ നമുക്ക് പഠിക്കാൻ ഒരുമിച്ചൊക്കെ വർക്ക് ചെയ്താൽ കൂടുതൽ എനിക്ക് പഠിക്കാൻ പറ്റും, അങ്ങനെ തോന്നി. പിന്നെ ഈ പറഞ്ഞ നിതിൻ വിളിച്ചപ്പോഴും എനിക്ക് സന്തോഷം തോന്നിയത്, എന്നെ ഇങ്ങോട്ടൊന്നും മലയാളത്തിൽ ആരും വിളിക്കാറില്ല, അതുകൊണ്ട് തന്നെ എന്നെ ഒരാൾ വിളിച്ചു വന്നപ്പോ തന്നെ ഞാൻ എനിക്ക് സന്തോഷമായിരുന്നു. പിന്നെ ഇത് വായിച്ചപ്പോ ഈ പറഞ്ഞ പോലെ ഗ്രേസ് നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ആക്ടേഴ്സിന്റെ ആഗ്രഹം പലതരത്തിലുള്ള ഷെയ്ഡ്. ഇനിയിപ്പോ ഒരേ പ്രൊഫഷനുള്ള ക്യാരക്ടർ വന്നാൽ പോലും ഇപ്പൊ പോലീസ് കാര്യമായിട്ട് അഭിനയിക്കേണ്ടി വന്നാൽ തന്നെ പലത് ചെയ്യാൻ പറ്റിയാൽ കൊള്ളാം അതിൽ തന്നെ നമുക്ക് ആഗ്രഹം. നമുക്ക് സ്കൂളിലെ ടീച്ചേഴ്സ് ഉള്ളപ്പോഴും ഓരോ ടീച്ചർ ഓരോ പോലെയല്ലേ, അപ്പൊ അങ്ങനെ ആഗ്രഹം ഉണ്ടാവും. പക്ഷെ ഈ പറഞ്ഞ പോലെ പലപ്പോഴും വരുന്നത് തൊട്ട് മുമ്പ് ചെയ്ത അത് തന്നെ അങ്ങോട്ട് ചെയ്താൽ മതി എന്ന് പറയാം. അപ്പൊ നമ്മൾ അല്ല, അപ്പൊ പിന്നെ പക്ഷെ നിതിൻ വന്നിട്ടുള്ളത് ഞാൻ ഇതുവരെ അധികം ഓൾമോസ്റ്റ് ചെയ്തിട്ടില്ലാത്ത ഒരു ഷെയ്ഡുള്ള ഒരു കഥാപാത്രം, അല്ലെങ്കിൽ അവർ സംസാരിക്കുന്ന പിന്നെ കാലഘട്ടം തന്നെ വേറെ ആയതുകൊണ്ടും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, മൊബൈൽ ഫോൺ വന്നിട്ട് ഈ സെൽഫി ക്യാമറ വന്നതിന് ശേഷം നമ്മുടെയൊക്കെ ബോഡി ലാംഗ്വേജും സംസാര രീതിയും കുറെ മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിന് മുമ്പുള്ള സിനിമയിൽ ആളുകൾ നിൽക്കുന്നതും സംസാരിക്കുന്നതും സിനിമയിലല്ലാണ്ട് ജീവിതത്തിൽ എന്ന് പറയുമ്പോൾ എന്റെ കുട്ടിക്കാലം എനിക്ക് ഓർമ്മയും വേറൊരു രീതിയിലായിരുന്നു. ഇപ്പൊ എല്ലാവർക്കും ഏതാണ് നമ്മുടെ ഏറ്റവും നല്ല ആംഗിൾ എന്ന എന്തോ ഒരു വ്യത്യാസം ഉണ്ട്. അപ്പൊ എന്തോ ഒരു മാറ്റം ഉണ്ട് ശരീരഭാഷയിൽ. അതെനിക്ക് പഴയ സിനിമകൾ കാണുമ്പോൾ വേറെ തന്നെ ശരീരഭാഷയാണ് ആളുകൾക്ക് തോന്നുന്നു. എനിക്കൊന്നും എല്ലാരും കുറെ ശ്രമിച്ചിട്ടുണ്ട്, എത്രത്തോളം വന്നിട്ടുണ്ടെന്ന് മുഴുവൻ കാണുമ്പോൾ അറിയാം. ഇല്ല, അതിനൊക്കെ മുമ്പ് ഞങ്ങൾ ഇപ്പം ഗ്രേസിനെ പറ്റി പറഞ്ഞുകൊണ്ട് തന്നെ കനിയെ പറ്റി ഞങ്ങൾ തീർച്ചയായിട്ടും പറയണല്ലോ. അല്ല, ബിക്കോസ് ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റ്സ്. അത് ഐ മീൻ ഒരു അവാർഡ് കിട്ടുക എന്ന് പറയുന്നത് ലൈക്ക് അത് ശരിക്കും പായലിനാണ് കിട്ടിയത്. ആക്ച്വലി എനിക്ക് തോന്നുന്നു ഈ ഒരു പെർട്ടിക്കുലർ പ്രോജക്ട് എനിക്ക് ഒരു 7 or 8 years ബാക്ക് സംഭവിക്കേണ്ട ഒരു പ്രോജക്ട് തന്നെ ആയിരുന്നു അല്ലെ. ആൻഡ് ആ ഒരു ഗ്യാപ്പ് വരാനുള്ള റീസൺ എനിക്കൊന്ന് അന്ന് കനി ചെയ്യേണ്ട റോൾ ആക്ച്വലി ഇപ്പോ ചെയ്യേണ്ട ഒരു റോളും കൂടെ ആയിരുന്നു. സോ പായൽ ആക്ച്വലി എന്നെ കണ്ടോണം, പായൽ എന്റെ എന്തോ ചെറിയ സാധനങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ ഇവർ ചെയ്താലെന്ന് വെച്ചിട്ടാണ് അത് എഴുതിയതും ആ ക്യാരക്ടർ അതിലെ. അപ്പം അന്ന് വിളിച്ചിട്ട് ഇങ്ങനെ ഞാൻ വായിച്ചു ഫസ്റ്റ് അന്നത്തെ ഡ്രാഫ്റ്റ്. അപ്പം പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പൊ നമുക്ക് എല്ലാരും ഇനിയിപ്പോ പായലിന് ചിലപ്പോ അടുത്തൊരു കഥ എഴുതിയ പ്രൊഡ്യൂസേഴ്സ് ഒക്കെ കിട്ടാൻ കുറച്ചുകൂടെ എളുപ്പമുണ്ടായിരുന്നു. പക്ഷെ അവര് അന്ന് എഴുതിയത് കഥ തന്നെയാണ്, പക്ഷെ ഇത്രയും കാലം എടുത്തു അതിനൊരു ഗ്രാന്റ് കിട്ടാനാണെങ്കിലും പ്രൊഡ്യൂസേഴ്സ് അതുപോലെ ഒരുപാട് ഡയറക്ടേഴ്സ് എനിക്കറിയാവുന്ന ഇൻഡിപെൻഡന്റ് സിനിമയുടെ ആണെങ്കിലും അല്ലാതെ കൊമേഴ്സ്യലി എടുക്കുന്നവരൊക്കെ ആണെങ്കിലും നല്ല സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിലും തിരിച്ചറിയപ്പെടാതെ ഇരുന്ന് പോകുന്ന ആളുകളുടെ പല കഥകളും ഇപ്പോഴും ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നും അത് വെളിച്ചം കണ്ടാൽ ചിലപ്പോ അതിന്റെ ഒരു ഡിസേർവിംഗ് ഇത് കിട്ടും. അങ്ങനെ ഈവൻ അതിലെ ലുക്കും അതിന്റെ ആക്സസറീസും ഒക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടാവും. ഇവൻ ആ ബാഗിന്റെ പരിപാടികളും കാര്യങ്ങളൊക്കെ ഇനി അതിപ്പോ ചർച്ച ചെയ്യേണ്ട ആവശ്യകതയില്ല, എത്രയോ പേര് ചോദിച്ചിട്ടുണ്ട്. സോ സിനിമകൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി പെട്ടെന്നൊരു സീരീസ് എന്നുള്ളൊരു തോട്ട് വരാൻ ചിലപ്പോൾ അതിന്റെ റീസൺസ് പലതാവാം. അങ്ങനെ നിതിൻ ഫസ്റ്റ് ആ ഒരു കോൺസെപ്റ്റ് ഓക്കെ വിൽ ഡു ദ സീരീസ് എന്നുള്ള പരിപാടി മൈൻഡിൽ വരാനുള്ളൊരു അല്ല, ഞാനിപ്പോ ചെയ്ത ആദ്യ 2 സിനിമകൾ സത്യം പറഞ്ഞ ആ സിനിമകൾ സംഭവിക്കുന്നതിന്റെ ഒരു വർഷം മുമ്പൊക്കെ ആലോചിച്ചിട്ടുള്ള സബ്ജക്റ്റുകൾ ആണല്ലേ. ഇത് ഞാൻ ബേസിക്കലി എനിക്കൊരു എന്റെ മനസ്സിലൊരു 8 years ആയിട്ടുണ്ട് ഇതിന്റെ ഒരു ലൈൻ ഞാൻ എഴുതി വെച്ചിരുന്നു. സ്ക്രിപ്റ്റ് അല്ല, ബട്ട് ഐ ഹാഡ് ദ ലൈൻ. ഒരു ഫിലിം തന്നെയായിരുന്നു മൈൻഡിൽ. ആ ഫിലിമായിട്ടായിരുന്നു മനസ്സിൽ. പിന്നെ ഒരു സീരീസിന്റെ ഒരു ഓഫർ വന്നപ്പം എനിക്ക് ഈ ത്രില്ലർ സ്വഭാവമുള്ള സീരീസുകൾ എനിക്ക് പറ്റുകയില്ല, ഞാനത് കാണാറില്ല. അപ്പം പിന്നെയും വന്നപ്പോൾ പിന്നെ ഇതാണുള്ളത്, ഇത് ചെയ്താലോ എന്ന് ചോദിച്ചു. അപ്പൊ ഇതെങ്ങനെ ചെയ്യുന്ന ചോദിച്ചാൽ ഞാനൊരു 6 episodes ആക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം, അപ്പം വർക്ക് ആകുകയാണെങ്കിൽ ചെയ്യാന്ന് പറഞ്ഞു. ശരി. അങ്ങനെ ഇതിനൊരു ദൈവാധീനത്തിന് ഇതിനൊരു 6 episodes ആക്കാനുള്ളൊരു കണ്ടന്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇത് സീരിയസ് ആയി പോയത്. പക്ഷെ അതിനൊരു ഗുണം ഞാൻ ആലോചിക്കും, ഇപ്പൊ സിനിമയാണെങ്കിൽ എന്തായാലും ഒരു 2.5 hours മാക്സിമം അതിനകത്ത് നമ്മൾ അതിനെ ഒതുക്കേണ്ടി വരും. ഇത് ഒരു 3.5 hours നമുക്ക് ടോട്ടൽ സീരീസ് ഉണ്ട്. അപ്പൊ നമുക്ക് എവിടെയും കട്ട് ചെയ്യാതെ ആവശ്യമുള്ളതൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റും. ഗ്രേസ് പറഞ്ഞൊരു കാര്യമാണ് ഞാൻ കേട്ടിട്ടുണ്ട്, അതായത് ഈ അഭിനയിക്കുന്നതിലുപരി ഇപ്പോൾ ഒരു കോ ആക്ടർ എന്തെങ്കിലും ഒരു ഡയലോഗ് പറയുമ്പോഴോ റിയാക്ട് ചെയ്യുന്നതിനോട് എനിക്ക് കൂടുതൽ ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ അപ്പോൾ നമ്മൾ കൊടുക്കേണ്ട കുറച്ച് സെറ്റിൽ ആയിട്ടുള്ള എക്സ്പ്രഷൻസ് ആവാം, അല്ലെങ്കിൽ അതിലാണോ കുറച്ച് കൂടുതൽ എനിക്ക് റോഷാക്കിൽ ഏറ്റവും കൂടുതൽ അത് സാധിച്ചിട്ടുണ്ട്. അത് ഞാൻ വർക്ക് ചെയ്യുന്ന ഡയറക്ടേഴ്സിനോട് ഇടയ്ക്ക് ഞാൻ പോയി പറയാറുമുണ്ട്.
എനിക്ക് ഭയങ്കര കുറെ ഡയലോഗ്സ് ഉള്ളതിനോട് എനിക്ക് അങ്ങനെ വലിയ വിശ്വാസമില്ല. ഡയലോഗ്സ് ഉണ്ടെങ്കിലേ അഭിനയിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ ഡയലോഗ്സ് ഉള്ള സിനിമയിലാണ് നമ്മുടെ കഥാപാത്രത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ്. അങ്ങനെ ഇല്ല. നമ്മൾക്ക് ഡയലോഗ്സ് ഇല്ലെങ്കിൽ പോലും നമ്മൾ ആ ഫ്രെയിമിൽ വരുമ്പോൾ എന്ത് നമ്മൾ കൊടുക്കുന്നു എന്നുള്ളതാണ് ആ ക്യാരക്ടറിന്റെ ഇമ്പാക്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആക്ടർ പെർഫോം ചെയ്യുന്നത്. നമ്മുടെ റിയാക്ഷൻ ഭയങ്കരമായിട്ട്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ കുമ്പളങ്ങി നൈറ്റ്സിൽ ഫഹദ് പോയി ഇങ്ങനെ ഒളിച്ചിരിക്കുമ്പോൾ എന്റെ ഒരു റിയാക്ഷൻ ഉണ്ട് ഇങ്ങനെ നിൽക്കുന്നത്. അതിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫഹദ് ചെയ്യുന്നതിന്റെ ഇമ്പാക്ട് കിടക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ബാറ്റ് ഇട്ട് അടിക്കുമ്പോൾ ഫഹദ് അതിനെ റിയാക്ട് ചെയ്യുന്നതിലാണ് ഞാൻ അടിക്കുന്നതിന്റെ ഇമ്പാക്ട് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ചില ചില സാധനങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. കനകത്തിൽ ഒരുപാട് അങ്ങനെ ചെയ്തിട്ടുണ്ട് ഞാൻ. അതെ, ഞാൻ പോയി റിക്വസ്റ്റ് ചെയ്തിട്ട് ചേട്ടാ എനിക്ക് ഇങ്ങനത്തെ റിയാക്ഷൻ ഇടാൻ ഇഷ്ടമുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് ഒരുപാട്. അപ്പൊ എന്നോട് രാവിലെ വരുമ്പോഴേ ഡയറക്ടർ ചോദിക്കും 1/2 കിലോ എടുക്കാനുണ്ടോ റിയാക്ഷൻ. അതെന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ചെയ്യാൻ. ഇതില് ഗ്രേസിന്റെ ഞാൻ ഇവിടെ ഇപ്പൊ പറയേണ്ട ഒരു കാര്യം, ഇപ്പം ഞാൻ അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് സ്ക്രിപ്റ്റ് എഴുതുന്ന ആള്. നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ വിട്ടുപോകും. ആ ഷൂട്ടിന്റെ സമയത്തെ ടെൻഷനിൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചിലപ്പോൾ വിട്ടുപോകും. പക്ഷെ ഇത് ഇവള് വായിച്ചിട്ടുണ്ട് ഫുൾ സ്ക്രിപ്റ്റ്, അവളുടെ എപ്പിസോഡ് ഫുള്ള് വായിച്ചിട്ടുണ്ട്. അല്ലാതെ ഞങ്ങൾ സംസാരിച്ചപ്പോഴും ഞാൻ വിട്ടുപോയി. ഷൂട്ടിനൊക്കെ എത്രയോ മുമ്പ് സംസാരിച്ചപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. അല്ലെ ഷൂട്ടിന്റെ സമയത്ത് ഒരു സീനിൽ ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ, അതൊന്ന് ഒബ്സർവ് ചെയ്യാൻ പറഞ്ഞ ചിലപ്പോൾ അടുത്ത സീനിൽ അത് പറയാൻ ഞാൻ വിട്ടുപോകും. പക്ഷെ ഇവിടെ കൃത്യമായിട്ട് ഓർത്തിട്ടിരിക്കുക അത് മറ്റേത് ഇവിടെ വേണോ, ഞാൻ പറയാ ശരിയാണല്ലോ അത് വേണമല്ലോ. അപ്പൊ ഞാൻ വിട്ടുപോകുന്ന കാര്യം പോലെ അവള് കൃത്യമായിട്ട് മൈന്യൂട്ടായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങള് അവള് ഓർത്ത് ചെയ്യുകയും ചെയ്യും. ചിലപ്പോ എനിക്ക് കിട്ടും അതെന്നെ അവള് ചെയ്യാൻ കാരണം എനിക്ക് കിട്ടും. എന്നോട് ഒരു ദിവസം ചേട്ടൻ ചോദിക്കുന്നു നീ മറ്റേതിട്ടില്ലേ അത് ഇവിടെ ഇടാമോന്ന്. അത് ഏതാന്ന് പോലും ശരിക്കും ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയത്തില്ല. പക്ഷെ റിയാക്ഷൻ അവിടെ വേണ്ടത് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. അതിന്റെ കുതിരയുടെ സീൻ ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് നമ്മൾ കാണുമ്പോൾ എന്താ അങ്ങനെ ചെയ്യുന്നതെന്ന് വിചാരിക്കും. പിന്നെ കാണുമ്പോൾ ശരിയാണല്ലോ അത് പിടിച്ചതെന്ന് മനസ്സിലാവും. ഒരു ഡയറക്ടർ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ വരുന്നത് ചിലപ്പോൾ ന്യൂസസ് വരുന്നതെന്ന് പറയുമ്പോൾ അടുത്ത പടം ഈ ഡയറക്ടർ ആയിരിക്കും ചെയ്യുന്നത്. ഇപ്പം അങ്ങനെ നോക്കുമ്പോൾ ലേലം 2 ആൾക്കാർ വെയിറ്റിംഗ്, അല്ലെങ്കിൽ അതിനെപ്പറ്റി ആൾക്കാർ അറിഞ്ഞിട്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പം തീർച്ചയായിട്ടും ഒരു പരിപാടി ഉണ്ടെങ്കിൽ അറിയുമല്ലോ. അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? ലേലം 2 എന്ന് പറയാം. ലേലം 2 ബേസിക്കലി എനിക്ക് അച്ഛൻ എഴുതിയ ഒരു സ്ക്രിപ്റ്റ് ഡയറക്ട് ചെയ്യണമെന്ന് വലിയ ആഗ്രഹം. ബേസിക്കലി അതാണ് ലേലം 2ലേക്ക് എത്തുന്നത്. പിന്നെ ലേലം എനിക്ക് അച്ഛൻ എഴുതിയതിൽ ഏറ്റവും ഇഷ്ടമുള്ള സിനിമയാണ്. വൺ ഓഫ് ദ ബെസ്റ്റ്. എനിക്ക് ആസ് ഫാർ ഐ ആം കൺസേൺഡ് അതാണ് ഏറ്റവും ബെസ്റ്റ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ പത്രം, ഇത് രണ്ടുമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ശരി, എനിക്ക് ലേലം ജോഷി സാർ ചെയ്ത പോലെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊന്നും അതിനകത്ത് ചോദ്യമേ ഇല്ല. അപ്പൊ എനിക്ക് പക്ഷേ അതിന്റെ ഒരു സീക്വൽ, അപ്പം അച്ഛൻ്റെ കൂടെ ഒരു പടം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ ലേലം സീക്വൽ പിടിച്ചാലോ എന്ന് പറഞ്ഞപ്പോൾ, കാരണം എനിക്ക് ഓൾറെഡി ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ്. അപ്പൊ ജോഷി സാർ എടുത്തോലെ എടുക്കാൻ പറ്റുമെന്ന് ഞാനപ്പോൾ ചിന്തിക്കുന്നില്ല. ഓക്കെ എന്ന് ഞാനും പറഞ്ഞു. പക്ഷെ ഈ പറഞ്ഞാൽ അച്ഛൻ അത് എഴുതാനുള്ളൊരു ടൈം സത്യം പറഞ്ഞാൽ കിട്ടിയിട്ടില്ല. അച്ഛൻ ഈ അഭിനയത്തിന്റെ തിരക്കുള്ളത് കൊണ്ടും ഇത്ര നാളായിട്ട് എന്നെ കിട്ടാത്തതിന് കിട്ടിയിട്ടില്ല. അപ്പം അതങ്ങനെ അങ്ങനെ 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 വൈകി പോയി. അപ്പം എനിക്ക് ഞങ്ങൾ ചിലപ്പോൾ അത് ഡ്രോപ്പ് ചെയ്തിട്ട് ഞങ്ങൾ വേറൊരു പരിപാടിയിലേക്കായിരിക്കും കയറാൻ സാധ്യത. അത് ഡ്രോപ്പ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഈ ഫിലിമിൽ ആക്ട് ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും പണ്ട് കൊണ്ടേ. ഇപ്പം കനിയൊക്കെയാണെങ്കിലും തിയേറ്റർ എത്രയോ നാടകങ്ങൾ അല്ലേ ഇഷ്ടം ഒരുപാട്. ഈവൻ ഇപ്പോഴാണെങ്കിലും ഏറ്റവും ഇഷ്ടമുള്ള ഒരു പരിപാടിയാണല്ലോ നാടകം, തിയേറ്റർ, റൈറ്റ്? ഇപ്പം ഗ്രേസിനെ നോക്കുവാണെങ്കിൽ ഗ്രേസിന് അഭിനയിക്കാനുള്ള ഇഷ്ടം കൊണ്ട് വേറൊരു സംഭവം പഠിക്കുന്നു എന്ന് പറയുന്ന ഒരു തിയേറ്റർ ഗ്രേസും അതെ. പക്ഷെ എനിക്ക് ആക്ട് ചെയ്യാൻ ഇഷ്ടം കൊണ്ട് ഡാൻസിന് പോയി ചേർന്ന ഒരു വ്യക്തിയില്ലേ, അതെന്തായിരുന്നു ആ ഒരു തോട്ട് വരാൻ കാരണം? ലൈക്ക് ഓക്കെ, അല്ല അന്നത്തെ സമയത്ത് വേറെ അറിയില്ല നമുക്ക് എങ്ങനെയാണ് സിനിമയിലേക്ക് വരേണ്ടതെന്ന്. അപ്പൊ അറിയാവുന്നത് കലാതിലൊക്കെ വായിക്കഴിഞ്ഞാലേ സിനിമാ നടി ആവുള്ളൂ എന്നുള്ളത് മാത്രമേ അറിയുള്ളൂ. അതാണ് അതിന്റെ ഒരു പരിപാടി. അന്നോട്ടെ പ്രാന്താണ്. അങ്ങനെ ആ ഒരു സ്റ്റെപ്പിലേക്ക് എടുത്ത് പിന്നെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോ മനസ്സിലായി ഇത് പറ്റുന്ന പരിപാടിയല്ല. അങ്ങനെ പതിയെ ഡ്രാമയിലേക്ക് കയറി. അവിടെ എത്തിയപ്പോ കുറച്ച് കോൺഫിഡൻസ് ആയി, എങ്ങനെയാണ് അഭിനയിക്കുക എന്നൊക്കെ ഉള്ള ഒരു ഐഡിയയിലേക്ക് വന്നു. ഇപ്പൊ കനി നേരത്തെ പറഞ്ഞല്ലോ എന്നെ മലയാളം മൂവിയിലേക്ക് വിളിക്കുന്നത് വളരെ കുറവാണ്. അപ്പം കനി ചെയ്ത മൂവികളിൽ വളരെ വിരളം മൂവികൾ അല്ലാതെ ബാക്കിയുള്ള മൂവികൾ എടുത്ത് നോക്കുമ്പോൾ അത് ആക്ച്വലി കനിക്ക് തന്നെ ഒരു ആശയക്കുഴപ്പങ്ങൾ തോന്നിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ യു ഇസ് ഇറ്റ് ട്രൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ? നടി എന്നുള്ള നിലയിൽ അതൊക്കെ എപ്പോഴും ഉണ്ടാവും. നമ്മളല്ലല്ലോ എഴുതുന്നതും എടുക്കുന്നതും ഒക്കെ. അപ്പൊ അതൊരു നെഗോഷിയേഷൻ ആണ് ഡയറക്ടറായിട്ട്. നമ്മള് ഓരോ സീനിനും ഷോട്ടിലും ഒക്കെ ഉണ്ടാവും. നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ ചെയ്യണം തോന്നും, നമുക്ക് ചിലപ്പോൾ അവിടെ നിന്ന് വരണം തോന്നും, പലതും തോന്നും. ആശയക്കുഴപ്പമൊക്കെ കുറച്ചുകൂടെ വലിയ കാര്യം. ഞാൻ പറയുന്നത് ഓരോന്നും ഈ ആർട്ടിസ്റ്റിലായിട്ടിരിക്കുന്ന ആളുകൾക്ക് ഒരു ഓഥർഷിപ്പ് ഉള്ളിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. എല്ലാ ആക്ടേഴ്സിനും ഉണ്ടോന്ന് അറിയില്ല.
ചില ആക്ടേഴ്സ് ഈ പറഞ്ഞ പോലെ ഈ ചോദ്യം ചോദിക്കുന്ന ടൈപ്പ് ആക്ടേഴ്സ് എനിക്ക് തോന്നിയിട്ടുണ്ട് അവർക്കും ഇത് ഇങ്ങനെ ഒരു മൊത്തം കാണുന്ന എന്തൊരു കാര്യമുണ്ട്. അപ്പോഴായിരിക്കാം നമുക്കിത് ഇങ്ങനെ പോണം അങ്ങനെ പോണം, ഇങ്ങനെ ഈ കഥ മൊത്തം ഇവിടുന്ന് തുടങ്ങിയായിരുന്നു എങ്ങനെ ഇരിക്കും എന്നൊക്കെ വെറുതെ തോന്നാം. ആശയക്കുഴപ്പം എനിക്ക് സിനിമയിൽ മാത്രമല്ല, നാടകം ചെയ്യുമ്പോഴും കൊച്ചിലെ ചെയ്യുമ്പോഴും ചില നാടകമൊക്കെ ഇങ്ങനെ എന്നൊക്കെ തോന്നും ചില സമയത്ത്. ഇങ്ങനെയല്ലേ ഈ കഥാപാത്രം ഇരിക്കേണ്ടത്, ഈ കഥാപാത്രം അങ്ങനെയൊക്കെ തോന്നും. പക്ഷെ ആ ഡയറക്ടറും റൈറ്ററും ആണ് ഇതിന്റെ നെടുന്തൂണായിട്ടുള്ള ആൾക്കാരെന്നാണ് വരയ്ക്കുന്നത്. അപ്പം ചില ഡയറക്ടേഴ്സിന്റെ അടുത്ത് ഞാൻ അവരോട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ്, എന്റെ പേര് തന്നെ ചിലപ്പോ എന്റെ അഭിപ്രായം പറയും. അപ്പൊ അവരോട് പറയും എനിക്കിത് ഇങ്ങനെയൊക്കെയാണ് തോന്നുന്നത്, പക്ഷെ ഒരു നടി എന്നുള്ള നിലയിൽ എന്റെ 100% തരാം, പക്ഷെ എനിക്കിത് ഇങ്ങനെ തോന്നുന്നു. അപ്പൊ അവർക്കത് റിസീവ് ചെയ്യാൻ പറ്റുന്നവരുടെ അടുത്ത് അങ്ങനെയുള്ളപ്പോ മാത്രമേ ഞാൻ അങ്ങനെയുള്ള കഥകൾ ചെയ്തപ്പോൾ മാത്രമേ ഞാൻ എപ്പോഴെങ്കിലും ഓപ്പൺ ആയിട്ട് ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളൂ അതിനെ പറ്റിയിട്ട് എനിക്ക് ഇങ്ങനെ തോന്നിയിട്ടുള്ളൂ. കാരണം അവർക്കും എനിക്ക് തമ്മിൽ നല്ല ധാരണയും കൂട്ടും ഫ്രണ്ട്ഷിപ്പും ഞങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം അറിയാം. പക്ഷെ ചിലർ നമുക്കറിയാം അവർ അത്രയും സെൻസിറ്റീവ് ആണ്, നമുക്ക് ചിലപ്പോൾ അത്ര അടുപ്പം ഉണ്ടാവില്ല. അപ്പൊ ഞാൻ ഒരിക്കലും പോയി അങ്ങനെ പറയില്ല. നമ്മളിവിടെ വന്നിരിക്കുന്നത് അഭിനയിക്കാനുള്ള ആ ഒരു ഇതിനാണ്, അപ്പൊ അത് ചെയ്യുക വരിക, അങ്ങനെയും ചെയ്യും. അത് ശരിക്കും ആ ഒരു ഇപ്പൊ ആക്ടേഴ്സ് ആണെങ്കിലും അങ്ങനെയാണ്. ഇപ്പൊ നമ്മുടെ കോ ആക്ടേഴ്സ് ചിലരുണ്ടാവും, അത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ചില കാര്യങ്ങൾ പറയാൻ തോന്നാം, ഇങ്ങനെ ചെയ്യാവോ, അങ്ങനെയാണെങ്കിൽ എന്ത് തോന്നുന്നു, സജഷൻസ് പറയാൻ തോന്നുന്നു. അതും എപ്പോഴും പോയി പറയേണ്ട കാര്യമില്ല, അവർക്കും അറിയാം. അപ്പൊ ചില ആക്ടേഴ്സിന് അത് പറയുന്നത് ഇഷ്ടമായിരിക്കും, ചിലപ്പോ എനിക്ക് ചിലതിന് പറയുന്നത് ഓക്കെ ആയിരിക്കും. അപ്പൊ അതൊക്കെ നോക്കിയും നമ്മൾ മനസ്സിലാക്കിയും ചിലരോട് പറയണ്ട, അവർ ചെയ്യുന്ന കണ്ടിട്ട് റിയാക്ട് ചെയ്താലും മതി, അല്ലാണ്ട് നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്യണ്ട. പക്ഷെ നമ്മൾ ചിലപ്പോൾ ഒരു ആക്ഷൻ സീക്വൻസോ ചില സീക്വൻസിന് ചിലപ്പോൾ നമ്മൾ നേരെ പോയിട്ട് അടിക്കാൻ പാടില്ലല്ലോ, അല്ലെങ്കിൽ അപ്പൊ അത് പ്ലാൻഡ് ആയിരിക്കും, നമ്മൾ എത്ര ചെയ്യണമെന്ന് സംസാരിക്കേണ്ടി വരാം. അപ്പൊ അതുപോലെ എനിക്ക് ആ സ്പേസ് ഉള്ളവരുടെ അടുത്ത് ഇപ്പൊ ഞാനൊരു ഈ സിനിമകളൊന്നും അല്ലാതെ ഞാനൊരു വ്യക്തിയാണല്ലോ, എനിക്ക് എന്റേതായിട്ടുള്ള ഇഷ്ടങ്ങളും എന്റേതായിട്ടുള്ള ശരി തെറ്റൊക്കെ ഉണ്ടാവാം. പക്ഷെ നമ്മളൊരു ടീമിന്റെ ആണ് ഭാഗം. ആ ടീമിന്റെ മെയിൻ എന്ന് പറയുന്നത് അതിന്റെ ഓഥർ, അത് ഡയറക്ടർ ആൻഡ് സ്ക്രിപ്റ്റ് റൈറ്റർ, അവരുടെ വിഷനാണ് ചെയ്യാനിരിക്കുന്നത്. അപ്പൊ ചില ഈ പറഞ്ഞ പോലെ അവർ തന്നെ നമ്മളോട് ചോദിക്കും. ഇപ്പൊ പായലാണെങ്കിലും എന്നോട് ചോദിച്ചു എനിക്ക് എന്തൊക്കെ ഇതിലെ, അപ്പോ അതിൽ എനിക്ക് ചില സീനുകളിൽ ഇതെനിക്ക് ഇങ്ങനത്തെ രീതിയിൽ ഇതുകൊണ്ടൊക്കെ എനിക്ക് ഇത് കൺവിൻസിങ് ആയിട്ട് തോന്നിയില്ല, ഈ വരി ഇങ്ങനെ. അപ്പൊ അത് അവർ ചോദിക്കുന്നതാണ്. അവർ ചിലപ്പോൾ അത് ഉണ്ടാവാം, ചില ഡയറക്ടേഴ്സ് എടുക്കണമെന്നില്ല. ഒരാളുടെ ഓപ്പൺ മൈൻഡഡ്നെസ് ആണ്, അത് കേൾക്കാൻ താല്പര്യമുള്ളവർ. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ബിരിയാണി വരെ സംസാരിക്കുമ്പോൾ സജിൻ എന്റെ അടുത്ത് സ്ക്രിപ്റ്റ് വായിച്ചിട്ട് എനിക്ക് എന്താ തോന്നിയെന്ന് ചോദിച്ച ഒരാളാണ്. അപ്പൊ ചോദിക്കുമ്പോൾ ഞാൻ എനിക്ക് എന്താണോ തോന്നിയത് അതുപോലെ പറയും, ചോദിച്ചില്ലെങ്കിൽ ഒന്നും മിണ്ടാറില്ല. അത് എന്റെ ഒരു സ്വഭാവം അങ്ങനെ. ഒരുപാട് അങ്ങനെ ഞാൻ വ്യക്തിപരമായിട്ട് കാണില്ല. എനിക്ക് ഒരുപാട് ഡാർക്ക് ആയിട്ടുള്ള സാധനം കാണാൻ, എനിക്ക് ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള സാധനം കാണാൻ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പൊ ഞാൻ ആദ്യം ഒരു കാഴ്ചക്കാരി എന്നുള്ള നിലയിലാണ് റെസ്പോണ്ട് ചെയ്യുക, നടിയൊന്നുമല്ല. ഞാൻ പറയാം ഇത് ഞാൻ ചിലപ്പോൾ ഇന്ന കാര്യം കൊണ്ട് കാണാൻ പോകില്ല, അത് ഇന്ന കാര്യങ്ങളാണ്. പിന്നെ അതിനകത്ത് എനിക്ക് രാഷ്ട്രീയപരമായിട്ട് തോന്നണ ശരി തെറ്റ് പറയാം, അല്ലെങ്കിൽ കഥാപരമായിട്ട് സ്ട്രക്ചറലി ഇത് ഇവിടെ വീക്കായിട്ട് തോന്നുന്നു, ഇവിടെ ഈ കഥാപാത്രം ഇങ്ങനെയൊക്കെ, അങ്ങനെയൊക്കെ എനിക്ക് തോന്നുന്ന ക്രിയാത്മകമായിട്ടുള്ളതും രാഷ്ട്രീയപരമായിട്ടുള്ളതും കാഴ്ചക്കാരി എന്നുള്ള നിലയിൽ ഒക്കെ ഉള്ളത് ഞാൻ പറയും. ഇനി ഒരു നടി എന്നുള്ള നിലയിൽ ഞാനത് ചെയ്യാൻ വേണമെങ്കിൽ തീരുമാനിക്കാം. അപ്പൊ ഞാൻ എന്റെ 100% തരാം. പക്ഷെ അത് ഇങ്ങനെയാണ്, അങ്ങനെ ഞാൻ ചോദിക്കുന്നവരോട് പറയും. അതൊക്കെ ഒരാളുടെ തീരുമാനമാണ്. ഉറപ്പായിട്ടും നമ്മുടെ ചിലപ്പോൾ സാഹചര്യം അനുസരിച്ചിരിക്കും. ഇപ്പൊ ഗ്രേസ് പറയണ്ടായിരുന്നു പലതരത്തിലുള്ള ചെയ്യാനാണ് ആഗ്രഹം, പരമാവധി ശ്രമിക്കുന്നുണ്ട് എന്ന് പറഞ്ഞില്ലേ. അപ്പൊ എനിക്കറിയാവുന്ന ഒരുപാട് ആക്ടേഴ്സിന് ആഗ്രഹം ഉണ്ടെങ്കിലും ചിലപ്പോൾ അവർക്ക് അത്രയും അവസരം കിട്ടില്ല. അപ്പൊ അവര് ഒരേ ചിലപ്പോ റാഗ് ചെയ്യുന്ന ആ സീൻ മാത്രം തന്നെ ചെയ്തോണ്ടിരിക്കേണ്ടി വരാം. അതൊരാളുടെ സാഹചര്യമാണ്, അത് നമുക്ക് പറയാൻ പറ്റില്ല. ഓരോരുത്തരും ആഗ്രഹം ഇല്ലാത്തതുകൊണ്ടോ അവരുടെ ധാരണ ഇല്ലാത്തതുകൊണ്ടൊന്നും അല്ല, എല്ലാവർക്കും ഇതൊക്കെ അറിയാം. ഇപ്പൊ ഇങ്ങനെ ഒരു സീരീസ് വരുമ്പോൾ ഇതിന്റെ ടീസർ കാണുന്നു, അല്ലെങ്കിൽ നോർമലി നോക്കുമ്പോൾ ഒരു ഫാമിലി നോക്കുമ്പോഴാണെങ്കിൽ പോലും 1 man ആൻഡ് ചിലപ്പോൾ ഒരു 5 പേര്. അപ്പം ഇതിന്റെ ടീസറിലോ ട്രെയിലറിലോ ഒക്കെ അവര് ചിന്തിക്കുന്ന ഒരു കാര്യം, വൈ ഷുഡ് ഐ വാച്ച് ദിസ് എന്ന് ചിലപ്പോൾ തോന്നിയേക്കാം. ഇറ്റ്സ് ജസ്റ്റ് എ കംപ്ലീറ്റ് ഫൺ, ഒരു എന്റർടൈൻമെന്റ് ആണ്. ഒരു 6 episode അതായിട്ടാണോ, അല്ലെങ്കിൽ ഞാൻ ഐ ഹാവ് നെവർ തോട്ട് ഓഫ് ഗിവിംഗ് സംതിങ് ടു സൊസൈറ്റി വിത്ത് മൈ വർക്ക്. പ്യുവർ ഫൺ. എന്റെ വർക്ക് ഒരു എന്റർടൈൻമെന്റിന് അപ്പുറത്തേക്ക് ഞാൻ അതിനെ സീരിയസ് ആയിട്ട് കാണുന്നില്ല. ഒന്ന് എന്റെ തൊഴിലാണ്, എനിക്ക് ഇഷ്ടമുള്ള തൊഴിലാണ്. 2 എന്റർടൈൻമെന്റിന് അപ്പുറത്തേക്ക് എൻ്റെ ഒരു ഇതുവരെ ചെയ്ത രണ്ടും ഇതും ഇനി ചെയ്യാൻ പോകുന്നൊന്നും മറ്റ് ഒരു തരത്തിലും ആൾക്കാരെ അഫക്റ്റ് ചെയ്യുന്നോ അല്ലെ അവർക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുകയോ പഠിപ്പിക്കുകയോ ഒന്നും ചെയ്യുന്നതല്ല. എന്റർടൈനിങ് ആയിട്ട് ഉണ്ടാവും എന്ന് വിശ്വസിച്ചിട്ടാണ് എല്ലാം ചെയ്യുന്നത്. അതിനപ്പുറത്തേക്ക് അതിനകത്ത് വേറെ അവകാശവാദങ്ങളൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും എന്റർടൈനിങ് ആയിട്ടുള്ളൊരു സീരീസ് ആയിരിക്കും എന്നുള്ള ധാരണയിലാണ് ചെയ്തത്. ഈ ഗ്രേസ് ഇപ്പോൾ ആ സമയം പറഞ്ഞല്ലോ മറ്റേ റാഗിങ് സീൻ വീണ്ടും വന്നു, പക്ഷെ അത് കഴിഞ്ഞ് കുമ്പളങ്ങി വന്നു. ആ വന്ന ടൈമിൽ എനിക്കൊന്ന് ആ ശ്യാമേട്ടൻ വിളിക്കുന്ന ടൈമാണ് ഇപ്പോൾ കോള് വന്നപ്പോൾ വാട്ട് യു ഫെൽറ്റ്? കാരണം അതൊരു ബിഗ് പരിപാടി ആയിരുന്നല്ലോ കുമ്പളങ്ങി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ.
അതൊരു വേറൊരു അത് അത് ആക്ച്വലി ഡാൻസിന്റെ എന്തോ ക്ലാസ്സിന്റെ ഇടയ്ക്ക് കണ്ടല്ലോ. അത് ഞാൻ ആ സമയത്ത് ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാനൊരു സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യായിരുന്നു, ഡാൻസ് ടീച്ചറായിട്ട്. അപ്പം ഞാൻ ക്ലാസ്സിലേക്ക് പോവാൻ നിൽക്കുന്ന സമയത്താണ് എനിക്ക് കോള് വരുന്നത് ശ്യാമേട്ടന്റെ. അപ്പൊ എനിക്ക് ശ്യാം പുഷ്കരനാണെന്ന് എനിക്കറിയില്ലല്ലോ. റാൻഡം നമ്പറിൽ നിന്ന് കോള് വരുന്നത്. അപ്പൊ ഞാൻ എടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ശ്യാം പുഷ്കരനാണ് ഞാനിങ്ങനെ. അപ്പൊ ഞാൻ ആ ചേട്ടാ എനിക്ക് ക്ലാസ്സിൽ പോണം, പിള്ളേര് വെയിറ്റ് ആ ചേട്ടാ ഞാൻ തിരിച്ചു വിളിക്കാം ഓക്കേന്ന് പറഞ്ഞിട്ട് പുള്ളി അപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഹാപ്പി വെഡിങ് കണ്ടിട്ടാണ് വിളിക്കുന്നത്, ഞാൻ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, ഓഡീഷന് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പിന്നെ ലീവ് എടുത്തു, അങ്ങനെ പോയി ചെയ്തതാണ്. പിന്നെ അത്രേ ഉള്ളൂ സംഭവം. കിട്ടിക്കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഞാനെന്നെ ഇനി പഠിപ്പിക്കാൻ വരുന്നില്ല എന്ന് പറഞ്ഞോ. പക്ഷെ പിള്ളേർക്ക് ആ ടൈപ്പ് പരിപാടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പൊ എന്നെ ടീന എന്നാ ക്യാരക്ടറിന്റെ പേര്. അപ്പൊ എന്നെ ടീന ടീച്ചർ എന്നായിരുന്നു വിളിച്ചോണ്ടിരുന്നത് പിള്ളേര്. ഭയങ്കര രസമായിരുന്നു. ഭയങ്കര രസമായിരുന്നു. പക്ഷെ ക്ഷമ ഞാൻ അവിടെ നിന്നാ പഠിച്ചത്, പിള്ളേരുടെ അടുത്തുനിന്ന്. അയ്യോ ക്ലാസ്സിൽ ചെന്ന് പിച്ചി മാന്തി നുള്ളി എന്നൊക്കെ പറഞ്ഞ് വരുമല്ലോ. എന്റെ ബിസ്ക്കറ്റ് അവനെടുത്തു, എന്റെ കുറുക്കുറ ഇവനെടുത്തു എന്നൊക്കെ പറഞ്ഞു. അയ്യോ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടു. ഒരു 5 മിനിറ്റ് ഉറക്കാൻ ഇരുത്തി കഴിഞ്ഞാൽ ഞാൻ പിന്നെ പാവോ പാവടി പാടിയൊക്കെ വേണം ഉറക്കാൻ. പക്ഷെ വാവോ മാത്രല്ല, പണ്ട് ഗ്രേസ് ടീച്ചറാണോ ടീച്ചേഴ്സിനെയൊക്കെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടെ അല്ലായിരുന്നു. പള്ളക്കെട്ടൊക്കെ വടിയെടുത്തടിക്കുന്ന ആളല്ലായിരുന്നു. അതുണ്ടായിരുന്നു. അത് ഇങ്ങനെ ഇമിറ്റേഷൻ അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യാനുള്ളത് പണ്ടോട്ടെ ഒരു ശീലമായതുകൊണ്ട് അങ്ങനെ ചെയ്തു പോയതാ. അതിൽ ഞാനിപ്പോ ഖേദിക്കുന്നു. കനിക്ക് വന്നൊരു സർപ്രൈസ് കോൾ, അല്ലെങ്കിൽ സർപ്രൈസ് കോൾ ഉദ്ദേശിച്ചത് വാവ് യെസ് ആ ഒരു മൊമെന്റ് ആക്ടർ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സർപ്രൈസ് കോൾ വന്നിട്ടുണ്ടെങ്കിൽ. സർപ്രൈസ് അല്ല, എനിക്ക് ശരിക്കും പായലിന്റെ ഓഡിഷൻ, പായൽ ഒരുപാട് ഓഡിഷൻ ചെയ്തിരുന്നു. കുറേ ആൾക്കാര് ഓഡിഷൻ ഞാനും അത് ശരിക്കും എനിക്ക് തോന്നുന്നു പായലിന് മറ്റേ ദിവ്യ ചെയ്ത ക്യാരക്ടറിന് വേണ്ടിയിട്ട് അതായിരുന്നു ചിലപ്പോ ഇത്ര എനിക്ക് അത് തന്നെ വിചാരിച്ച് ചെയ്തത് കൊണ്ട്. പക്ഷെ കാലം കഴിഞ്ഞതുകൊണ്ട് പിന്നെ എനിക്ക് ഒരിക്കലും ആ ക്യാരക്ടർ, അതൊരു 24-25 വയസ്സായി, എനിക്ക് അത്രയും പിടിക്കാനൊന്നും പറ്റില്ല. അപ്പം ഈ ക്യാരക്ടർ, അപ്പൊ ഇത് ശരിക്കും എനിക്ക് വേണ്ടി എഴുതുന്നില്ല. അപ്പൊ ഞാൻ ഒരു തവണ ഓഡിഷൻ ചെയ്തപ്പോ എനിക്കെന്ന് തോന്നി പായലിന് ഞങ്ങളൊരു പ്രത്യേക സാഹചര്യത്തിൽ വളരെ കുറച്ച് സമയത്തിൽ ഒരു വേറൊരാളുടെ വീട്ടിലൊക്കെ പോയി കഷ്ടപ്പെട്ട് ചെയ്തതാ. അപ്പം എനിക്ക് തോന്നി പായലിന്റെ ആ ഒരു ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ പായൽ വേറെ ആൾക്കാരെ നോക്കൂ, എന്നോട് പണ്ട് മറ്റേ ക്യാരക്ടർ തരാമെന്ന് പറഞ്ഞുകൊണ്ട് അതിന് വേണ്ടിയിട്ട് അയ്യോ ഇവർക്ക് വിഷമാവോ. പായലൊരു ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ആളാണ്, അപ്പൊ ആൾക്ക് അങ്ങനെയൊക്കെ ചിലപ്പോ ഒരു വിഷമൊക്കെ വരും. അയ്യോ അപ്പൊ ഞാൻ വേറൊക്കെ നോക്കിക്കോ, ഇതല്ലല്ലോ എനിക്ക് അല്ലെങ്കിലും വെച്ചിരുന്നത്, ഇനിയും ഓഡിഷൻ ചെയ്യാൻ തോന്നി എന്നെ വിളിച്ചോളൂ, ഇതിപ്പോ ഞാൻ ചെയ്തു. അങ്ങനെ പലരും ഓക്കെ. എന്നിട്ട് ഞാൻ ഇവിടെ വരുമ്പോ ദിവ്യ അതിന് വേണ്ടിട്ട് ഞാൻ ചെയ്തത് ഓഡിഷൻ ചെയ്തിട്ടുണ്ട്. കനി ഒരു പായൽ കപാടിയായിരുന്നു, എന്താണോ ഞാൻ ചെയ്തത് നല്ലതായിരിക്കും എന്നൊക്കെ പറഞ്ഞ്. പിന്നെ ദിവ്യ മറ്റതാ ചെയ്തത്. അപ്പൊ ഇവിടെ പലരും എന്റെ ഫ്രണ്ട്സിന്റെ വീട്ടിലൊക്കെ പോകുമ്പോ അവർക്ക് ഒരു ഓഡിഷൻ ചെയ്തു തരുമോ കനി. അപ്പൊ ഞാൻ ഞാൻ ചെയ്തുതരാടാ അങ്ങനെയൊക്കെ. അപ്പൊ അത് കഴിഞ്ഞ് രണ്ടാമത് തന്നെ വിളിച്ചിരുന്നു. അപ്പൊ ചില സമയത്ത് എന്നിട്ട് മുഴുവൻ സ്ക്രിപ്റ്റ് വായിച്ചിട്ടുള്ളതുകൊണ്ട് നമുക്ക് ചിലതിനോട് അടുപ്പം വരും അങ്ങനെ. അപ്പൊ ഞാനിങ്ങനെ എനിക്കിത് ചെയ്യാൻ തോന്നുന്നു എന്ന് തോന്നാൻ തുടങ്ങി ഇങ്ങനെ. അത് ചില സമയത്ത് അങ്ങനെ എനിക്ക് ഉള്ളൂ. അപ്പൊ അതിന് പായല് കനി ഐ വിൽ ബി ഹാപ്പി ഇഫ് യു ഡു ഇറ്റ് എന്ന് പറഞ്ഞപ്പോ എനിക്ക് ശരിക്കും സന്തോഷമുണ്ടെങ്കിൽ അങ്ങനെ എനിക്ക് ഒരിക്കലും ഒരു സിനിമയ്ക്ക് വേണ്ടി വേണ്ടി വന്നിട്ടില്ല. അപ്പൊ ഞാൻ ഞാൻ ഇവിടെ എത്തിയോ ശരിക്കും കരച്ചിൽ വന്നു ആ സമയത്ത്. അതെന്താന്നറിയോ, എനിക്കത് പായലുമായിട്ട് മിണ്ടിയ കുറച്ച് സമയത്ത്, അല്ലെങ്കിൽ കഴിഞ്ഞ 7 വർഷത്തിൽ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് മെസ്സേജ് ഒക്കെ അയക്കുമായിരുന്നു ആള്. അപ്പൊ എന്തോ എനിക്ക് ഇവരുടെ കൂടെ വർക്ക് ചെയ്യണം. ഞാൻ പൊതുവെ അങ്ങനെ ഒരുപാട് ആഗ്രഹിക്കാറില്ല അങ്ങനെ ഉള്ളില്. അതുകൊണ്ടായിരിക്കും ചിലപ്പോ ആരെങ്കിലും വിളിക്കുമ്പോ അങ്ങനെ ഹായ്. പക്ഷെ എനിക്ക് ഈ ഒരു മൊമെന്റ് ഇങ്ങനെ ഒരു ഓവർവെൽഡ് ആയിട്ട് ഞാൻ കരഞ്ഞത് കാസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞപ്പോ കരഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ഒരു കരിയറിലും വലിയ പ്ലാൻ ഇല്ല, ലൈഫിലും വലിയൊരു ഫോഴ്സ് ഇല്ലാത്ത ഒരു വ്യക്തി. എനിക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ ഉണ്ട്. അങ്ങനെ പ്ലാൻസ് ഒന്നും ഇല്ലല്ലോ മൈൻഡിൽ. ഇപ്പൊ ചിലർ കാണുമല്ലോ, ഇപ്പൊ നെക്സ്റ്റ് ഐ ഹാവ് ടു ഡു ദിസ് മൂവി, അല്ലെങ്കിൽ അങ്ങനെ ഒരു അതെന്ന് വെച്ചാൽ എനിക്ക് ഓരോ മനുഷ്യരുടെ സ്വഭാവമാണെന്ന് തോന്നുന്നു. ചിലർക്ക് ആ ഒരു ലീഡർഷിപ്പ് ഉള്ള ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ആ ഒരു അത്ര ഒരു ഫയർ ഉള്ള ആൾക്കാരുണ്ട്. എനിക്ക് അങ്ങനെയുള്ള ആൾക്കാരെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് ഞാൻ ഒരു മടിച്ചിയാണെന്ന് തോന്നുന്നു. അങ്ങനെ മടിച്ചെന്ന് വെച്ചാൽ ആ ഒരു സ്ഥലം ഞാൻ മടിച്ചായിരുന്നു അല്ല, അങ്ങനത്തെ ചെയ്യുന്ന സമയത്ത് മടിച്ച് ഇല്ല എനിക്ക്. അങ്ങനെ ഒരു മടിയൊന്നുമില്ല. അല്ലാതൊരു എനിക്കിപ്പോ ഗ്രേസ് ഞാനും കുറച്ച് മിണ്ടിയപ്പോ ആൾക്കും ചെടി ഇഷ്ടമാണ്. എനിക്ക് ഇങ്ങനെ വേറെ കുറെ ഇഷ്ടങ്ങളുണ്ട് ജീവിതത്തിൽ. അപ്പൊ ഞാൻ ചിലപ്പോ വീട്ടിലും ചെടിയൊക്കെ ആയിട്ട് നിൽക്കുമ്പോ ഞാൻ ബാക്കിയൊക്കെ മറന്നു പോകും.
ആ ലോകത്തായി പോകും. ഓക്കെ. അതുള്ളതുകൊണ്ടായിരിക്കാം വേറൊരു നമുക്ക് ഒരു കാര്യത്തിൽ ഫോക്കസ് നല്ല ഉള്ള ഒരാൾക്കാണ് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു അതിലേക്ക് പോകാൻ പറ്റും. എനിക്കിങ്ങനെ പല ഇഷ്ടങ്ങളുള്ള ഒരാളാണ്. ഈക്വൽ സന്തോഷമാണെങ്കിൽ ചെടി നടുവുള്ളത്. പിന്നെ അതുപോലെ ഡാൻസ് കളിക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. വെറുതെ വീട്ടിൽ ആരും കാണാനില്ലാത്തവർ കളിക്കാൻ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ എനിക്ക് സിത്താർ ഞാൻ പഠിക്കുന്ന ഒരാളാണ്. എനിക്ക് അത് പ്രാക്ടീസ് ചെയ്യും. അങ്ങനെ കുറെ കാര്യം ഉള്ളതുകൊണ്ടായിരിക്കാം കുറെ സ്ഥലങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അതൊരു ഫോക്കസ് ഇല്ലായ്മയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ജീവിതമല്ലേ ഉള്ളു. അപ്പൊ എനിക്ക് തോന്നുന്നു 500 വർഷമൊക്കെ ജീവിച്ചിരുന്നെങ്കിൽ കുറെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ഒരുപാട്. പോട്ടറി ഇപ്പൊ ഞാൻ പഠിക്കാൻ തുടങ്ങിയപ്പോ അത് ഇഷ്ടം, അങ്ങനെ കുറെ ഇഷ്ടങ്ങളുണ്ട്. അപ്പം അതുകൊണ്ടൊരു വലിയ ആഗ്രഹങ്ങൾ അങ്ങനെയൊന്നും ഇല്ല. ആ ഇഷ്ടങ്ങളൊക്കെ സാധിക്കട്ടെ എന്തായാലും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.